നമസ്കാരം. ദി അമേസിംഗ് റേ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 2014 മുതൽ കേന്ദ്ര സർക്കാർ ഒത്തിരി ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരളീയർ അവയെപ്പറ്റി അറിയാറുണ്ടോ? അവയുടെ പ്രയോജനം നമുക്ക് കിട്ടാറുണ്ടോ? എന്തായിരിക്കും കാരണം? കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി, കേരളം ഭരിച്ചിരുന്നത് മറ്റൊരു പാർട്ടി. ഇവർ തമ്മിലുള്ള പടലപ്പിണക്കമാണോ? അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അത്തരം പദ്ധതികളുടെ പ്രയോജനം കേരളീയർക്ക് ലഭിക്കാതെ പോയത്? അതോ ഇവിടുത്തെ സർക്കാർ കേരളീയർ അതറിയരുത് എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ടുണ്ടാവുമോ? അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാവുമോ? ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അൺഎംപ്ലോയ്മെൻറ്റ് അഥവാ തൊഴിലില്ലായ്മ ഒരു ശാപമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാത്താൻ്റെ ഇരിപ്പിടമാണ് മടി പിടിച്ച മനസ്സെന്ന്. അങ്ങനെ മടി പിടിച്ച മനസ്സുമായിട്ട് നടക്കുന്ന ഒരു യുവത്വം രാഷ്ട്രവിധ്വംസക ശക്തിയായിട്ട് മാറുവാൻ അധിക സമയം വേണ്ട. അത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ ഈ അപ്രൻറ്റിസ്ഷിപ്പ് സ്കീമിനെ കാണാം. പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, പഠിച്ചിട്ട് എന്ത് കാര്യം, ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് നാപ്സ്. അതുകൊണ്ട് നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമിനെ പറ്റി നമ്മൾ യുവജനങ്ങളെ ബോധവാന്മാരാക്കുക. റെസിഡൻസ് അസോസിയേഷനുകൾ വഴിയും മറ്റു പൊതുവേദികൾ വഴിയും പല വെബിനാറുകളിൽ കൂടിയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള സംഘടനകൾ വഴിയും നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് സ്കീമിനെ പറ്റി യുവജനങ്ങളെ ബോധവാന്മാരാക്കുക. ഉയർന്നു വരുന്ന ഒരു യുവജന ശക്തിയാണ് നമ്മുടെ രാജ്യത്തെ നിലനിർത്തേണ്ടത്. യുവജനങ്ങൾ മടിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, അവർ താഴ്ന്നു പോവുകയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അധപതനമായിരിക്കും. യുവജനങ്ങളുടെ ഉന്നതി എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നതിയാണ്. നിങ്ങൾ പഠനം പൂർത്തിയാക്കിയിട്ടും ജോലി കിട്ടാതെ നടക്കുന്നവരാണോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായ നാഷണൽ അപ്രൻറ്റീസ് സ്കീം, ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാട്ടിൽ പഠനം പൂർത്തിയാക്കിയിട്ടും ജോലിയൊന്നും ആകാതെ വീട്ടിലിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട്. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർ, ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഗ്രാജുവേറ്റ്സ്, സാങ്കേതിക മേഖലകളിൽ ഡിപ്ലോമയും ഡിഗ്രിയും ഉള്ളവർ. ഇവർക്കൊന്നും ഒരു കാര്യത്തിനെപ്പറ്റി അവയർനെസ് ഇല്ല എന്ന് തോന്നുന്നു. ഇത്തരക്കാർക്ക് ജോലി കിട്ടാനായിട്ട് അവർ കമ്പനിയിൽ സമീപിക്കുമ്പോഴാണ് അവിടെ അവർ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ മാറ്റപ്പെടുന്നു. ഈ എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടും? എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി വേണം, ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഇങ്ങനെ ഒരു വല്ലാത്ത ചക്രത്തിൽപ്പെട്ട് ഉഴലുകയാണ് ഇവിടുത്തെ യുവജനത. ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ഇവിടെ നടത്തിപ്പോകുന്ന ഒരു പദ്ധതി, അതായത് നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീം അനുസരിച്ച് ആർക്കൊക്കെയാണ് പ്രയോജനം കിട്ടുക? എന്താണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പഠനത്തോടൊപ്പം തന്നെ ഈ പഠനത്തിൻ്റെ പ്രാക്ടിക്കൽ വശത്ത് യഥാർത്ഥ പരിചയം നേടുക. ആ കമ്പനികളിൽ, അതായത് പ്രവൃത്തി പരിചയം. ഈ സ്കീം അനുസരിച്ച് ഈ കുട്ടികൾക്ക് പഠന സമയത്ത് തന്നെ പ്രായോഗികമായ പരിശീലനം കമ്പനികളിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, അപ്രൻറ്റിസ്ഷിപ്പ്, സ്റ്റൈപ്പൻഡ്, ഗവൺമെൻറ് സഹായം. മിക്കവാറും കമ്പനികളിൽ അപ്രൻറ്റിസ്ഷിപ്പ് പൂർത്തിയാക്കുന്നവരെ സ്ഥിര ജോലിയിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഈ സ്കീമിനെ പറ്റിയുള്ള വിവരം ഈ നമ്മുടെ നാട്ടിലെ എല്ലാ യുവജനങ്ങൾക്കും അറിയുമോ? അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്കപ്പുറം ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ സ്കീമിനെ പറ്റി യുവജനങ്ങൾ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ് നാപ്സ് അഥവാ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്കീമാണ്. ഈ സ്കീം അനുസരിച്ച് ക്ലാസ്സിൽ തിയറിയായി പഠിക്കുന്ന വിഷയങ്ങൾ ഒരു കമ്പനിയുടെ വ്യാവസായികമായിട്ടുള്ള കമ്പനിയിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ വളരെ പ്രാക്ടിക്കലായി പ്രായോഗികമായിട്ട്
യഥാർത്ഥമായിട്ടുള്ള പരിശീലനം കിട്ടുക. ഇതുമാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും കമ്പനികൾ അപ്രന്റീസ്ഷിപ്പിന് വരുന്ന ആൾക്കാരെ അവിടെ സ്ഥിര ജോലിക്ക് വേണ്ടി എടുക്കാറുമുണ്ട്. സ്ഥിര ജോലിയിലേക്കുള്ള ഒരു കാൽവയ്പ് കൂടിയാണ് അപ്രന്റീസ്ഷിപ്പ്. ആർക്കൊക്കെയാണ് ഈ സ്കീം വഴി പ്രയോജനം കിട്ടുന്നത്? ITI വിദ്യാർത്ഥികൾ, ഡിപ്ലോമ ഹോൾഡേഴ്സ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, വിവിധ സാങ്കേതിക മേഖലകളിൽ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ ഉള്ളവർ. ഇവർക്കൊക്കെ യഥാർത്ഥ ജോലി പരിചയം ഒരു കമ്പനിയിൽ ലഭിക്കുന്നതോടെ ചിലപ്പോൾ ആ കമ്പനിയിൽ തന്നെ സ്ഥിര ജോലിക്കാരാകാനുള്ള സന്ദർഭം വരെ ലഭിക്കുന്നു. ഈ സ്കീമിൻ്റെ പ്രാധാന്യം എന്താണ്? എക്സ്പീരിയൻസ് കിട്ടുന്നു. അതായത് യഥാർത്ഥ പ്രവൃത്തി പരിശീലനം വ്യവസായ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഇവർക്ക് ലഭിക്കുന്നു. സ്റ്റൈപ്പൻഡ് കിട്ടുന്നു, ഗവൺമെൻറ് സഹായം. ഇതൊക്കെ വച്ച് അപ്രന്റീസ്ഷിപ്പിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ കരിക്കുലം വിറ്റ തയ്യാറാക്കുമ്പോൾ ഒരു കുട്ടിക്ക് അതിനനുസരിച്ചുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു പ്രാധാന്യം ലഭിക്കുന്നു. ജോലി ലഭിക്കാനുള്ള സാഹചര്യം കൂടുകയാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? ഈ പോർട്ടലിൽ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ പൂരിപ്പിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നൽകുക. പിന്നീട് വേണ്ട കമ്പനി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അറിയാവുന്നവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അറിയാത്തവർക്കാണെങ്കിലോ ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം. ഒരു പക്ഷേ ഒരു അവസരം ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു ചോദ്യം: ഇത്രയും അവസരങ്ങളുണ്ടായിട്ടും നമ്മുടെ യുവജനങ്ങൾ ഇതിനെപ്പറ്റി അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ജനകീയ ബോധവൽക്കരണം ഇവിടെ ശക്തമാക്കേണ്ടതുണ്ട്. ഇത് രാഷ്ട്രീയപരമായ ഒരു കാര്യമല്ല, യുവതലമുറയ്ക്കാകെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുവഴി അവരുടെ സുഹൃത്തുക്കളിലേക്കും ഇതെത്തട്ടെ. ഭാരതത്തിലെ യുവത്വത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള ഒരു പടിയാകട്ടെ ഈ വീഡിയോ. വീണ്ടും നല്ലൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയുമായി നമുക്ക് വീണ്ടും കാണാം.